സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന തേക്കടിക്കടുത്ത സ്ഥലങ്ങളിൽ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമലയിൽ സിപ്പ് ലൈൻ ആരംഭിച്ചത്. കുമളിയിൽ നിന്നും ജീപ്പ് സഫാരിയിൽ ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് വണ്ടിപ്പെരിയാർ സത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്നത്. ഏകദേശം മൂന്നാറിനോട് തന്നെ കിടപിടിക്കുന്ന രീതിയിൽ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ സിപ്പ് ലൈൻ വന്നേക്കുന്നത്. ഏകദേശം 250 മീറ്റേഴ്സ് അങ്ങോട്ടും 250 മീറ്റർ ഇങ്ങോട്ടും ഉണ്ട്. ടോട്ടൽ 500 മീറ്റേഴ്സ് ആണ് ഇത്. കണ്ണെത്താ ദൂരത്തോളം ഉയരമേറിയ കുന്നുകളിൽ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹര കാഴ്ചയ്ക്കൊപ്പം ഇനി സിപ്പ് ലൈനിലെ സാഹസിക സഞ്ചാരവും ആസ്വദിക്കാം. സൂപ്പർ എക്സ്പീരിയൻസാ, നല്ല യാത്രയ്ക്ക് സുഖമാണ് ഒരു യാത്രയാണ്. പിന്നെ ഇവിടെയൊക്കെ കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാനും സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. 100 അടിയിലധികം ഉയരമുള്ള സിപ്പ് ലൈൻ ആയതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യത ഉറപ്പുവരുത്തുന്നുണ്ട്. സിപ്പ് ലൈൻ വിജയമായാൽ സ്കൈ സൈക്ലിംഗ്, പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തി അഡ്വഞ്ചർ ടൂറിസം വിപുലീകരിക്കാനാണ് സംരംഭകരുടെ തീരുമാനം. ഇടുക്കിയിൽ മൂന്നാറിലും വാഗമണിലും മാത്രമല്ല, ഇങ്ങ് വണ്ടിപ്പെരിയാർ മഞ്ഞുമലയിലും ഇനി സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ സിപ്പ് ലൈൻ യാത്രയ്ക്കായി പുറപ്പെടുകയാണ്. മഞ്ഞുമലയിൽ നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്. നന്ദു, ഗുഡ് മോർണിംഗ്. അങ്ങനെ വണ്ടിപ്പെരിയാർ മഞ്ചുമല കൂടി ഒരു അഡ്വഞ്ചർ സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സിപ്പ് ലൈൻ യാത്രയൊക്കെ? സേതു, നമ്മൾ ഇടുക്കി ജില്ലയിലെ ടൂറിസത്തെ പറ്റി പറയുമ്പോൾ കൂടുതൽ മൂന്നാറും വാഗമണ്ണും പിന്നെ കൂടെ ചേർത്ത് പറയുന്ന ഒരു സ്ഥലമാണ് തേക്കടിയും. എന്നാൽ ഈ അഡ്വഞ്ചർ ടൂറിസത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കൂടുതലും മൂന്നാറും വാഗമണ്ണും മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ എല്ലാ സാധ്യതകളും ഈ രണ്ട് സ്ഥലങ്ങളിൽ എന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ മഞ്ഞുമല അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ സത്രം റോഡിലുള്ള ഒരു പ്രദേശങ്ങളെന്ന് പറയുന്നത്. കാര്യം വളരെ ഉയരമേറിയ കുന്നുകളിൽ നിറഞ്ഞ തേയിലത്തോട്ടം, അതോടൊപ്പം നല്ല കാറ്റുമുള്ള ഒരു പ്രദേശമാണിത്. ഹൈറേഞ്ചിലെത്തുന്നവർക്ക് ഹൈറേഞ്ചിൻ്റെ വശ്യത അനുഭവിക്കാൻ എത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഈ പറയുന്ന സത്രം എന്ന് പറയുന്നത്. എന്നാൽ ഈ തരത്തിലുള്ള സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്താതെ വെറും ജീപ്പിലുള്ള സന്ദർശകരെയും കൊണ്ടുള്ള ജീപ്പിലുള്ള സഫാരി മാത്രമായിരുന്നു ഈ മേഖല വഴി ഉണ്ടായിരുന്നത്. എന്നാൽ തേക്കടിയിലേക്കൊക്കെ വരുന്ന ആളുകൾ, ഇവിടെ സ്റ്റേ ചെയ്ത് 1-2 ദിവസം വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടുന്നവർ, ഇവർക്കിനി മഞ്ഞുമലയിലേക്ക് പോയി ഏതാണ്ട് 250 മീറ്ററോളം നീളമുള്ള സിപ്പ് ലൈനിലൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. യുവാക്കളായിട്ടുള്ള സംരംഭകരും അതോടൊപ്പം വണ്ടിപ്പെരിയാർ പഞ്ചായത്തും ചേർന്നാണ് ഇത്തരത്തിലൊരു അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടാക്കി മഞ്ചുമലയെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നല്ല പ്രതികരണമാണ് ആദ്യ ദിനം തന്നെ സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാര്യം ഈ ജീപ്പ് സഫാരിക്ക് എത്തുന്നവരെല്ലാം തന്നെ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കണ്ടപ്പോൾ വളരെ കൗതുകത്തോടെ ഇതിനെല്ലാം കയറാനും അതിനോടൊപ്പം നിൽക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് അത്ര പരിചിതമല്ലായിരുന്നു. കാരണം ഈ വണ്ടിപ്പെരിയാർ സത്രം മഞ്ചുമല മേഖല എന്ന് പറയുമ്പോൾ കുടിയേറ്റക്കാരായിട്ടുള്ള തമിഴ് തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികളാണ് അധികവും ഉള്ളത്. അവർക്കെല്ലാം ഇന്നലെ സൗജന്യമായിരുന്നു പ്രവേശനം. അപ്പോൾ അവരെല്ലാം ഈ സിപ്പ് ലൈൻ ആദ്യമായി കയറുന്നവരുണ്ടായിരുന്നു, അവരാദ്യമായി ഈ പദ്ധതി കാണുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ വളരെ സന്തോഷത്തോടെ ഈ സിപ്പ് ലൈനിൽ കയറുകയും ഇപ്പുറത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. വളരെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ സംരംഭകരായിട്ടുള്ള യുവാക്കൾ ഓരോ വിനോദസഞ്ചാരിയെയും ഈ സിപ്പ് ലൈനിലേക്ക് കയറ്റുന്നത്. അവരുടെ അരയിൽ പിൻ ചെയ്തിരിക്കുന്ന ബെൽറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഏറ്റവും പുതിയതും, അത് ഓരോ തവണയും ഓരോ ആളെ ധരിപ്പിക്കുമ്പോഴും അതിൻ്റെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് ഒരു വലിയ വിജയമാവാനാണ് സാധ്യത. ആദ്യ ദിവസം തന്നെ വലിയ തിരക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിലും ഈ സമ്മർ വെക്കേഷനൊക്കെ ആവുന്നതോടെ തേക്കടിയിൽ തിരക്ക് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന സിപ്പ് ലൈൻ മേഖലയിലും ഞാൻ ആദ്യമായിട്ടായിരുന്നു സേതു സിപ്പ് ലൈനിൽ കയറുന്നത്. അപ്പോൾ എനിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്ര ഉയരത്തിൽ നമ്മളൊരു ചെറിയ ഒരു കമ്പിയിലൂടെ ഇങ്ങനെ തെന്നി നീങ്ങി പോകുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഞാനിങ്ങനെ അഡ്വഞ്ചർ ടൂറിസത്തിലൊന്നും പോയിട്ടുള്ള ഒരാളല്ല. വാഗമണിലൊക്കെ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടാണ് കയറുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സേതു. എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ആസ്വദിച്ചിരിക്കേണ്ട ഒരു നല്ല ആക്ടിവിറ്റി തന്നെയാണ് സിപ്പ് ലൈൻ. ശരി നന്ദു, അപ്പോൾ എന്താണെങ്കിലും അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇനി പുതിയൊരു സ്പോട്ട് കൂടി വന്നിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല. എന്താണെങ്കിലും പദ്ധതി വലിയൊരു വിജയമായി തീരട്ടെ. നമുക്കും ഒക്കെ പോവാം അല്ലേ, സിപ്പ് ലൈനിലൊക്കെ കയറി അഡ്വഞ്ചർ ടൂറിസം ഒക്കെ ആസ്വദിക്കാം.